ഗുഡ് മോർണിംഗ്. ട്രാവൽ വിത്ത് ആനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആംസ്റ്റർഡാമിലാണുള്ളത്. ആംസ്റ്റർഡാമിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യം പോവാണ്. റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്നലെ ഇപ്പോൾ ഹോട്ടലിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടിയുള്ള പേയ്മെൻറ്റ് ചെയ്തു. കാരണം എല്ലാ ദിവസവും ബ്രെഡും ജാമും തന്നെയാണ് രാവിലെ കഴിക്കുന്നത്. അപ്പം പിന്നെ അതിനെക്കാട്ടിലും നല്ലത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്യണ്ടല്ലോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ടുലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളിൽ ടുലിപ്പ് ഗാർഡനെ കുറിച്ചാണ്, ആംസ്റ്റർഡാമിലെ കുക്കൽഡോഫ് ടുലിപ്പ് ഗാർഡനെ കുറിച്ച്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ആൻ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. താഴത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കുന്നത്, ഹോട്ടലിൻ്റെ തന്നെ. ഇവിടുന്ന് കാണുന്ന കാഴ്ചയാണിത്. ഇവിടെ എല്ലായിടത്തും വെള്ളമാണ് കേട്ടോ. മൊത്തത്തിൽ തടാകക്കരയിലാണ് എല്ലാ ഹോട്ടലും. ബ്രേക്ക്ഫാസ്റ്റ് വേഗം തന്നെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ദിസ് ഈസ് ഹോളണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതിന് ഉബർ വിളിച്ചു. മിക്ക ദിവസങ്ങളിലും ഇവിടെ മഴയാണ്, പക്ഷേ ഇന്ന് എന്തോ നല്ലൊരു ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടുലിപ്പ് ഗാർഡൻ മുഴുവനായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ സെൻട്രൽ സ്റ്റേഷൻ്റെ അവിടെ വന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ ഫെറിയിൽ കയറി നമ്മൾ ദിസ് ഈസ് ഹോളണ്ടിലോട്ട് പോവുകയാണ്. ഈ ഫെറിയിലുള്ള യാത്ര തികച്ചും സൗജന്യമാണ്. ആർക്ക് വേണമെങ്കിലും ഈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ദിസ് ഈസ് ഹോളണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ബിൽഡിംഗ് ഇരിക്കുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ ഫെറിയിൽ യാത്ര ചെയ്യാം. ഫെറിയിലും സൈക്കിളും സ്കൂട്ടറും അതുപോലെ തന്നെ ചെറിയ പെട്ടി ഓട്ടോ പോലെയുള്ള വണ്ടികളും ഒക്കെ ആയിട്ട് കയറുന്ന ആളുകളുണ്ട്. നമുക്ക് പോകേണ്ടത് ഈ ദിസ് ഈസ് ഹോളണ്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ടുലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടിയാണ്. ഇവിടുന്ന് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 10:30-ക്കാണ്. നമ്മൾ കുറച്ച് നേരത്തെയാണ്, സമയം വൈകണ്ടെന്ന് വെച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ടുലിപ്പ് ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് എൻട്രൻസ് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. കിട്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം ബസ്സിന് വേണ്ടി. 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കുക്കിംഗ് കോഫ് ടുലിപ്പ് ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. 21 മാർച്ചിനാണ് എല്ലാ വർഷവും തുടങ്ങുന്നത്. ഞങ്ങൾ അവിടുന്ന് പോകുമ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ആംസ്റ്റർഡാം എന്ന് പറയുന്ന ഈ നാട്. ഞാനിപ്പം അവിടുന്ന് തുർക്കി ഫ്രാൻസ് എന്ന് പറയാൻ പറ്റില്ല. തുർക്കിയിൽ ഇസ്താംബുൾ, പാരീസ്, പിന്നെ ഇപ്പോൾ ആംസ്റ്റർഡാം. ഇത്രയും സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ആംസ്റ്റർഡാമേ പറയുള്ളൂ. വളരെ പ്രത്യേക ക്ലൈമറ്റാണ് ഇവിടെ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ നാട്. സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശമാണ് ഈ ആംസ്റ്റർഡാം. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ വെള്ളക്കെട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ കുട്ടനാടിനും ഇതേ ഒരു സ്വഭാവ സവിശേഷതയാണ് ഉള്ളത്. അങ്ങനെ ഏകദേശം 40 മിനിറ്റോളം ബസ്സിൽ യാത്ര ചെയ്ത് ഞങ്ങൾ കുക്കൻഹോഫ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ വർഷവും മാർച്ച് മാസം 21-ാം തീയതിയാണ് ഈ ടുലിപ്പ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർഷം എന്തായാലും ഈ ടുലിപ്പ് ഫെസ്റ്റിവൽ സ്റ്റാർട്ടിംഗ് ഡേയിൽ തന്നെ കാണുവാനുള്ളൊരു ഭാഗ്യം എനിക്കും മരിയയ്ക്കും ഉണ്ടായി. ഇവിടേക്കുള്ള എൻട്രൻസ് ടിക്കറ്റും ക്ലൂക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കൂടി തന്നെയാണ് ഞങ്ങൾ എടുത്തത്. ഈ ക്ലോക്ക് ആപ്ലിക്കേഷനെക്കുറിച്ച് നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. കാരണം ഡിസ്നിലാൻഡിൻ്റെ എൻ്റെ ടിക്കറ്റും ഈ ആപ്ലിക്കേഷൻ വഴി തന്നെയായിരുന്നു എടുത്തത്. ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലെയും ഫേമസ് അട്രാക്ഷനിലേക്കുള്ള എൻട്രൻസ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി കുറഞ്ഞ നിരക്കിൽ എടുക്കാൻ സാധിക്കും. ഈ ടുലിപ്പ് ഗാർഡൻ ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ്. ഇന്നാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ഡേ. മാർച്ച് 21. അമ്മ ഇപ്പം തണുത്ത് ചാവുമെന്ന് തോന്നുന്നുണ്ട്. അമ്മ പറയുക ഭയങ്കര തണുപ്പാണ്. നമ്മൾ ജാക്കറ്റ് ഒരു ജാക്കറ്റും കൂടി ഉണ്ടായിരുന്നു, നമ്മളത് എടുത്തിട്ടില്ല.
എടുക്കാൻ സമയം ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ എടുത്തില്ല. മരിയ പറഞ്ഞത് ശരിയാണ്. ഒരു ജാക്കറ്റും കൂടി ഉണ്ടായിരുന്നു, ഞാനത് എടുത്തില്ല. വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് സംഭവം വിചാരിച്ചതുപോലെയല്ല. നല്ല തണുപ്പുണ്ട് എന്ന സത്യാവസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുളിപ്പ് ഗാർഡനാണ് ഈ കുക്കൻഹോഫ് ഗാർഡൻ. മെയിൻ എൻട്രൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. ധാരാളം സഞ്ചാരികൾ വന്നിട്ടുണ്ട്, ലോകത്തിൻ്റെ പല പല സ്ഥലങ്ങളിൽ നിന്നും. എൻട്രൻസിൽ തന്നെ തുളിപ്പിൻ്റെയും ഡാഫഡിൽസിൻ്റെയും ഒക്കെ വിത്തുകളും കിഴങ്ങുകളും വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. പലരും അതെടുത്ത് നോക്കുന്നുണ്ട്. ഞങ്ങൾ പതുക്കെ അകത്തേക്ക് നടന്നു. എവിടെ നോക്കിയാലും പല നിറത്തിലുള്ള ഒരുപാട് പൂക്കളുടെ കൂട്ടങ്ങളാണ് കാണുന്നത്. ചെറുപ്പത്തിൽ ഈ ദൃശ്യങ്ങളൊക്കെ എൻ്റെ നോട്ട്ബുക്കുകളുടെ കവർ പേജിൽ മാത്രമേ ഞാൻ കണ്ടതായി ഓർക്കുന്നുള്ളൂ. അവയെല്ലാം നമ്മുടെ കൺമുൻപിൽ കാണുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷമാണ്. അതിനിടയിൽ ചെടികൾ കൊണ്ടുണ്ടാക്കിയ ചക്രവ്യൂഹം പോലെയുള്ള ഒരു സ്ഥലം. അതിൽ കൂടി ഞങ്ങൾ പുറത്തെത്താൻ വേണ്ടി കുറച്ചധികം കഷ്ടപ്പെട്ടു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ കയറിയ പലരും വഴിതെറ്റി പലയിടങ്ങളിലേക്കായിട്ട് പോകുന്നത് കണ്ടു. ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയൊരു സൈറ്റുണ്ട്. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുളിപ്പ് ഗാർഡൻ നമുക്ക് അങ്ങ് ദൂരെയായിട്ട് കാണാം. തുളിപ്പ് പാടങ്ങൾ, തുളിപ്പ് മാത്രമല്ല, ഇവിടേക്ക് വന്ന വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്നതും കാണാം. എന്തുമാത്രം വണ്ടികളാണ്, അതും പ്രൈവറ്റ് വണ്ടികളാണ്. അതുകൂടാതെ ബസ്സുകൾ വേറൊരു സൈഡിലുണ്ട്. പിന്നെ ഇവിടെ ഒരു മനോഹരമായ ബോട്ട് സർവീസും അതുവഴിയുണ്ട്. അതുവഴിയും വേണമെങ്കിലും ആൾക്കാർക്ക് ബോട്ട് സർവീസ് എടുക്കുന്നവർക്ക് ബോട്ടിൽ പോകാൻ സാധിക്കും. ഗൈസ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തുളിക്കാടൻ കാണാൻ വേണ്ടി മാർച്ച് മന്തിൽ വരാൻ പാടില്ല. ഏപ്രിൽ. ഇപ്പം നിങ്ങൾ ഈ പുറകെ കാണുന്നത് തുളിപ്പല്ല, ഡാഫഡിൽസാണ് നിങ്ങൾ കാണുന്നത്. തുളിപ്പൊക്കെ മുട്ടിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് തുളിപ്പ് മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. പിന്നെ കൂടുതൽ വേറെ കുറേ പൂക്കൾ, വേറെ കുറേ ടൈപ്പ് പൂക്കളാണുള്ളത്. അപ്പോൾ തുളിപ്പ് കാണാൻ വേണ്ടി നിങ്ങൾ മാർച്ച് മാസത്തിൽ ആംസ്റ്റർഡാമിലേക്ക് വരാൻ പാടില്ല. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ സമയമാണ് കിട്ടിയത്. മരിയയ്ക്ക് വെക്കേഷനാണ്, പക്ഷേ എൻ്റെ ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയായി. നിങ്ങൾക്ക് പൂക്കളൊക്കെ കാണാൻ പറ്റും, പക്ഷേ തുളിപ്പ് നമുക്കധികം കാണാൻ പറ്റില്ല. കാണാം ഒരുപാട് ലാവൻഡർ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്ലവേഴ്സൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. തുളിപ്പ് നമുക്ക് കാണാൻ വേണ്ടി തുളിപ്പ് ഗാർഡനിലേക്ക് ഈ സമയത്ത് വരാൻ പാടില്ല. ഉണ്ട്, പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഭംഗിയിൽ കാണണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഭംഗിയിൽ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം, ആകെ ഇത്രയും ഏരിയ മാത്രമേ ഉള്ളൂ തുളിപ്പ്. അതുകൊണ്ടാണ് ഇവിടെ വന്ന ആൾക്കാർ ഇത്രയും ഫോട്ടോ എടുക്കുന്നത്. ഇല്ല, തുളിപ്പിൻ്റെയൊക്കെ അവസ്ഥ ഇതാണിപ്പം. അങ്ങോട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല. പിന്നെ ഇവിടെ ഇപ്പം കുറച്ച് തുളിപ്പുകൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഭംഗിയാണ്. നിങ്ങൾ അടുത്ത മാസമൊക്കെ വരികയാണെങ്കിൽ ഈ തുളിപ്പ് മുഴുവനും നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിരിക്കും. ഇത് ലൈറ്റ് കളേർഡ് തുളിപ്പുകളാണ് ഇവിടെ അവർ നട്ടിരിക്കുന്നത്. ഇതൊക്കെ വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ ഈ റെഡും വൈറ്റും തന്നെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ബാക്കി വിരിഞ്ഞ് നിൽക്കുമ്പോൾ. അതുപോലെ ഇവിടെ ഒരു വലിയ വിൻഡ് മില്ലുണ്ട്. പിന്നെ ഇവിടെ ഒരു കഫേയാണ്. ഈ കഫേയിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനും ചായ കുടിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ ഇവിടുന്ന് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ബോട്ട് സർവീസും തുടങ്ങുന്നത്. 75 years അവരാഘോഷിക്കുന്നതിൻ്റെ എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. കുക്കൻഹോഫ് തുളിപ്പ് ഗാർഡൻ തുടങ്ങിയിട്ട് 75 വർഷമായി. അതിൻ്റെ വാർഷികം വളരെ ആഘോഷത്തോടു കൂടിയാണ് അവർ കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ തുടക്ക ദിവസമായ ഇന്ന് ഇവിടെ വലിയ വലിയ കലാപരിപാടികളുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്.
ഞങ്ങളും കുറച്ചു നേരം അവിടെ നിന്നു എന്താണ് നടക്കുന്നതെന്ന് കാണാൻ. Een feestelijk dans- en muziekspektakel met in de hoofdrol sopraan Letitia Gerard. Dit is Symphony of Colors. കുറച്ചു നേരം ആ പരിപാടി കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. നമുക്കിനിയും കാഴ്ചകൾ കാണാനുണ്ടല്ലോ. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഇവിടുത്തെ പൂക്കളുടെ വിശേഷങ്ങൾ ഇനി നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോളൂ.
ഉച്ചസമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് വിശക്കാനും തുടങ്ങിയിരുന്നു. ഞാനും മരിയും ഓരോ പിസ്സ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ സൂപ്പും ഓർഡർ ചെയ്തു. നല്ല തണുപ്പും മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൂപ്പ് കുടിക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. പൂക്കളുകൾ വെച്ച ഒരു മ്യൂസിയത്തിലേക്ക് കയറി ചെന്നു. അവിടെയാണെങ്കിൽ എനിക്ക് വളരെ സുപരിചിതമായ ഒരു ചെടി നിൽക്കുന്നത് കണ്ടു. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു ഓറഞ്ച് കളറിലെ ചെടി ധാരാളമായി കണ്ടിരുന്നു. റെഡ് ഡാഫഡിൽസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചെടികളാണ് അവയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഏകദേശം 3-3.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ 3 മണിക്കൂറോ 3.5 hours ശേഷം ഞങ്ങൾ തുലിപ്പ് ഗാർഡനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി വരും. ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്.